കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അന്ത്യനാളിന്റെ ഏതാനും ചെറിയ അടയാളങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിച്ച് നമ്മൾ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ എത്തിപ്പെടാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അന്ത്യനാളിന്റെ ഏതാനും വലിയ അടയാളങ്ങളാണ്. വലിയ ബൃഹത്തായ വിഷയമാണ്. വലിയ വലിയ ഉലമാക്കളൊക്കെ എത്രയോ കിതാബുകളും സംസാരങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള വിഷയമാണ്. അതിൽ തന്നെ ഒരുപാട് ശുഭഹാത്തുകൾ ഉണ്ടാക്കുന്ന ഇഖ്തിലാഫുകളുള്ള ഒരുപാട് വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചും വളരെ ശ്രദ്ധിച്ചും മാത്രം സംസാരിക്കേണ്ട പറയേണ്ട വിഷയമാണ് അന്ത്യനാളിന്റെ അലാമത്തുൽ കുബ്ര എന്ന് പറയുന്നത്, വലിയ അടയാളങ്ങൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അന്ത്യനാൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു അടയാളം, അതിനെക്കുറിച്ചുള്ള സംസാരം എവിടെയും ഉണ്ടാവുകയില്ല എന്നതാണ്. മിമ്പറുകളിൽ നിന്നും മെഹ്റാബുകളിൽ നിന്നും സ്റ്റേജുകളിൽ നിന്നുമെല്ലാം അന്ത്യനാളിനെ കുറിച്ചുള്ള ചർച്ചയും സംസാരവും അപ്രത്യക്ഷമാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അന്ത്യനാളിന്റെ ഒരു അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അന്ത്യനാളിനെ കുറിച്ച് മാത്രമല്ല, സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും എല്ലാം പറയുന്നത് ഒരുതരം അപകർഷതയായി, ഒരുതരം ഒരു പോരായ്മയായി നമ്മുടെ സംഘടനകൾ, മതസംഘടനകൾ തന്നെ കാണുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ പ്രൊപ്പഗണ്ടയിലൂടെ പരലോക ചിന്തയെ കുറിച്ച് അത്തരത്തിലുള്ള മോശമായ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു പരിധിവരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വിജയിച്ചിട്ടുണ്ട് എന്ന ആ ഒരു ഞെട്ടിക്കുന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ചും നരകത്തിലെ ശിക്ഷയെക്കുറിച്ചുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ അതൊന്നും ഒരിക്കലും ഒരു എക്സാജറേഷൻ, ഒരു അതിശയോക്തി, അതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. മനുഷ്യൻ അവന്റെ പരലോക ജീവിതത്തിൽ അനുഭവിക്കാനുള്ള വസ്തുതകളാണ്. ആ വസ്തുതകൾ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളായ വിശ്വാസികളായ ആളുകൾക്ക് പിടിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെന്താ പറയുന്നറിയോ, ഇതെന്തിനാ ഇങ്ങനെ പരസ്യമായിട്ട് പറയേണ്ട ആവശ്യം, സ്വർഗ്ഗത്തെ പരസ്യമായിട്ട് പറയേണ്ട ആവശ്യം എന്താണ്, ഇവിടെ പൊതുവായ വിഷയങ്ങൾ പറഞ്ഞാൽ പോരെ എന്ന ചോദ്യം എത്രമാത്രം വലിയ അപകടമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. പുതിയ തലമുറയൊക്കെ ഇത്തരം വിഷയങ്ങൾ പറയുന്നത് എന്തോ വലിയ മാനക്കേടും നാണക്കേടുമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം നമ്മിൽ സംജാതമായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലോ പഠിപ്പിച്ചു തന്ന ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് ഒരു അപകർഷത തോന്നുന്നുണ്ടെങ്കിൽ, അത് പൊതുമധ്യത്തിൽ പറയാൻ പറ്റാത്തതാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം നമ്മുടെ ഈമാനിനെ പുഴുവരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്, നമ്മുടെ വിശ്വാസത്തെ പുഴുവരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഒരുവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരാണുള്ളത്? അവൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ട് അവന്റെ രൂപത്തിലും ഭാവത്തിലും വാക്കിലും പ്രവൃത്തിയിലും മനോനിലയിലുമെല്ലാം അവൻ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നു, എന്താണ്? വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ ഒരു തികഞ്ഞ മുസ്ലിമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നതെല്ലാം ജീവിതത്തിൽ അനുവർത്തിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അഭിമാനമാണ്, അതിനെനിക്കൊരു കുഴപ്പവുമില്ല, ഒരു നാണക്കേടുമില്ല, ഒരു മാനക്കേടുമില്ല എന്ന് ഉച്ചയിസ്തരം പ്രഖ്യാപിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ മറ്റാരാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് പോലും കളവല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു വചനം പോലും അതിശയോക്തിയല്ല. അതെല്ലാം കൃത്യമായി പുലരാനുള്ളതാണ്, പുലർന്നുകൊണ്ടിരിക്കുന്നതാണ്. പുലരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നാം യുക്തിയുടെ മൂശയിലിട്ട് അതിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. പക്ഷേ മനുഷ്യന്റെ യുക്തിക്ക് കൃത്യമായ പരിമിതികളുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ദജ്ജാലിനെ കുറിച്ചും യാജൂജ് മാജൂജിനെ കുറിച്ചും ദാവത്തുൽ അർദിനെ കുറിച്ചും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇറക്കത്തിനെ കുറിച്ചുമെല്ലാം
പലതും പറഞ്ഞവരുണ്ട് ലോകത്ത്. എത്രത്തോളം അറിയാം നിങ്ങൾക്ക്? ദജ്ജാൽ എന്ന് പറഞ്ഞാൽ തീവണ്ടിയാണെന്ന് വാദിച്ചവർ ലോകത്തുണ്ട്. ഇന്നും വാദിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. തീവണ്ടി ഒറ്റ കണ്ണാണല്ലോ, ഒറ്റ ലൈറ്റ് ആണല്ലോ. അതുകൊണ്ട് ഈ തീവണ്ടി എഞ്ചിനാണ് ദജ്ജാൽ എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ലോകത്ത് ഇന്നുമുണ്ട്. യാജൂജ് മാജൂജ് എന്ന് പറഞ്ഞാൽ അമേരിക്കയും USSRുമാണ്, റഷ്യയും US-ഉമാണ് എന്ന് വാദിക്കുന്നവർ ഇന്നും ലോകത്ത് നിലവിലുണ്ട്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ ഉലരാനുള്ളതാണ്, വരാനുള്ളതാണ് എന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതൊന്നും ഒരു സിംബോളിക്കലി പറഞ്ഞതല്ല. അതൊക്കെ എന്താ പറയാ, ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണങ്ങൾ പറഞ്ഞതല്ല. അതെല്ലാം യാഥാർത്ഥ്യമായി സംഭവിക്കാനുള്ളതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചർച്ചകൾ വരുന്ന ഒരു വിഷയമാണ് ഇമാം മഹ്ദിയെ കുറിച്ചുള്ള ചർച്ചകൾ. ഇമാം മഹ്ദിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പണ്ഡിതന്മാർ എപ്പോഴും പറയാറുണ്ട്, മഹ്ദിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു മാത്രം സംസാരിക്കണം. കാരണം ബുഖാരിയിലോ മുസ്ലിമിലോ ഒരു ഹദീസ് പോലും മഹ്ദിയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല. എന്നാൽ മഹ്ദിയെ കുറിച്ചുള്ള സഹീഹായ റിപ്പോർട്ടുകൾ മറ്റു പല ഗ്രന്ഥങ്ങളിലും, ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ പണ്ഡിതന്മാർ പറയാറുള്ളൂ. നമുക്കറിയാലോ, കേരളത്തിൽ ഹദീസുകൾ പറയുന്ന വിഷയത്തിൽ, ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിൽ മുജാഹിദ് പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടുകൾ, ആ സൂക്ഷ്മതകൾ വളരെ കൃത്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ വഹാബികളെ എതിർക്കുന്ന ആളുകൾക്ക് വരെ, മുജാഹിദുകളെ എതിർക്കുന്ന ആളുകൾക്ക് വരെ ഉള്ളിന്റെ ഉള്ളൊരു വിശ്വാസം, അവരത് പറയുന്നത് കൃത്യമായിരിക്കും. വളരെ കൃത്യമായ, വളരെ പ്രാമാണികമായ വിഷയങ്ങൾ മാത്രമേ പറയുള്ളൂ എന്ന ബോധ്യം മുജാഹിദുകളല്ലാത്തവർക്കും കൃത്യമായി മനസ്സിലുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഏതായാലും ഇമാം മഹ്ദിയെ കുറിച്ച് സ്ഥിരപ്പെട്ടു വന്ന ഒന്ന് രണ്ട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യനാൾ സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ ഒരു അടിമ വരുന്നത് വരെ, ആ അടിമയുടെ കയ്യിൽ നിർഭയത്വത്തിന്റെ താക്കോൽ അള്ളാഹു കൊടുക്കുന്നത് വരെ, ആ അടിമയിലൂടെ ഐശ്വര്യത്തിന്റെയും ക്ഷേമത്തിന്റെയും വാതിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തുറക്കുന്നത് വരെ എന്റെ ജിനിയോളജിയിലുള്ള, എന്റെ പരമ്പരയിലുള്ള ഒരു തറവാട്ടിൽ നിന്നായിരിക്കും അദ്ദേഹത്തിന്റെ ഉത്ഭവം ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും, എന്റെ പേരായിരിക്കും. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും, എന്റെ പിതാവിന്റെ പേരായിരിക്കും. അദ്ദേഹം ഇസ്ലാമിന് വലിയ വിജയങ്ങളും നേട്ടങ്ങളും സമ്പൽ സമൃദ്ധികളും നേടിക്കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പല ഹദീസുകളിലും കൃത്യമായി സ്ഥിരപ്പെട്ടു വന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് മുഹദ്ദിസുകൾ പറഞ്ഞതനുസരിച്ച് ഈ മഹ്ദിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്നയായ, ലോകം കണ്ട ഏറ്റവും വലിയ ഫസാദായ ദജ്ജാലിന്റെ ആവിർഭാവം ഉണ്ടാവുക എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയോ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം എണ്ണമറ്റ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഒന്നാണ് ദജ്ജാലിന്റെ വിഷയം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ നമസ്കാരത്തിലും, നിസ്കാരം കഴിയുമ്പോ അത്തഹിയാത്തുൽ അവസാനമായി നമ്മോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ശർരി ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. അല്ലാഹുവേ, ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണത്തിൽ നിന്ന്, അതുപോലെ തന്നെ മസീഹു ദജ്ജാലിന്റെ പരീക്ഷണത്തിൽ നിന്ന്, ഫിത്നയിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ റബ്ബേ എന്ന് എല്ലാ വഖത്ത് നമസ്കാരത്തിലും കൃത്യമായി പ്രാർത്ഥിക്കാൻ, കൃത്യമായി ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നത് തന്നെ ഇത് എത്രമാത്രം വലിയ ഗൗരവമുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറഞ്ഞു, ലോകത്തൊരു പ്രവാചകന് കഴിഞ്ഞു പോയിട്ടില്ല. 1.25 ലക്ഷത്തോളം അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട്. ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിലായി, പല സ്ഥലങ്ങളിലായി, പല ഭാഷകളിലായി. കഥ പറയപ്പെട്ട പ്രവാചകന്മാരുണ്ട്, കഥ പറയപ്പെടാത്ത പ്രവാചകന്മാരുണ്ട്, പേര് പറയപ്പെട്ട പ്രവാചകന്മാരുണ്ട്, പേര് പറയപ്പെടാത്ത പ്രവാചകന്മാരുണ്ട്, കഥ പറഞ്ഞിട്ട് പേര് പറയാത്തവരും പേര് പറഞ്ഞിട്ട് കഥ പറയാത്തവരുമെല്ലാം പ്രവാചകന്മാരുടെ കൂട്ടത്തിലുണ്ട്. 25ഓളം നബിമാരുടെ പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാം അതത് ഉമ്മത്തുകൾക്ക് വരാനിരിക്കുന്ന വലിയ ഫിത്നയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ്.
ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ദജ്ജാലിന്റെ രൂപം എങ്ങനെയാണ്, അവന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അവന്റെ കഴിവുകൾ എന്തൊക്കെയാണ് അവൻ ഈ ഭൂമിയിൽ വന്ന് ചെയ്യുക എന്നെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ദജ്ജാൽ ഈ ഭൂമിയിൽ വന്നിട്ട് വാദിക്കുക, അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്നാണ്, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ് എന്നാണ് ദജ്ജാൽ ഈ ഭൂമിയിൽ വന്നിട്ട് വാദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങളുടെ റബ്ബ് ഒരിക്കലും അഅ്വറല്ല, നിങ്ങളുടെ റബ്ബ് ഒരിക്കലും ഒറ്റക്കണ്ണനല്ല. ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. അതുകൊണ്ട് നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ രക്ഷിതാവ് ഒറ്റക്കണ്ണനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ദജ്ജാലിന്റെ രൂപത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സംസാരിക്കാൻ നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ പഠിക്കാറുണ്ട്. ഒറ്റക്കണ്ണൻ ദജ്ജാൽ, ആ ഒറ്റക്കണ്ണൻ ദജ്ജാൽ തന്നെയാണ്. ആ രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ അവൻ ഒറ്റ കണ്ണ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവന്റെ വലത് കണ്ണിന് കാഴ്ചയില്ല. കാഴ്ചയുള്ള ഇടത് കണ്ണാണെങ്കിൽ മാംസം കൊണ്ട് മൂടിയിട്ട് അതോടൊപ്പം മുന്തിരി തുറിച്ചു നിൽക്കുന്നത് പോലെ ആയിരിക്കും അവന്റെ ഒരു കണ്ണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നു. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരം വിഷയങ്ങളിൽ റസൂൽ ഒരു വാക്കുപോലും ഉരിയാടുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. കൃത്യമായ അല്ലാഹുവിന്റെ വഹ്യല്ലാതെ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. അല്ലാഹു പറഞ്ഞതാണ്, റസൂലെങ്ങാനും സ്വന്തം ഇഷ്ടപ്രകാരം ഒരൊറ്റ വാക്ക് കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വലതിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, അദ്ദേഹത്തിന്റെ വലതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പിടിക്കുമായിരുന്നു. ثم لقطعنا منه الوتين. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാഡിയെ ഞാൻ മുറിച്ചു കളയുമായിരുന്നു. സൂറത്തുൽ ഹാഖയുടെ അവസാന ഭാഗത്തുള്ള വചനങ്ങളാണിത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്ക് പോലും, ഒരക്ഷരം പോലും ഇത്തരം വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല. ദജ്ജാലിന്റെ രൂപത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സംസാരിച്ചത് എങ്ങനെയാണ്? കൃത്യമായി ജിബ്രീൽ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുക്കുമ്പോൾ മാത്രമാണ്. ആ ദജ്ജാലിന്റെ രൂപത്തെക്കുറിച്ച് റസൂൽ പറയുന്നു. അവന്റെ മുടിയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ചുരുണ്ട മുടിയായിരിക്കും, ജട കെട്ടിയിട്ടുള്ള നല്ല വലുപ്പമുള്ള ചുരുണ്ട മുടിയായിരിക്കും ദജ്ജാലിന് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അതുപോലെ ദജ്ജാലിന്റെ നിറത്തെക്കുറിച്ച് ചുവന്ന നിറമുള്ള ആളായിരിക്കും ദജ്ജാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ചുവന്ന നിറം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ പാർട്ടികളുടെ കൊടിയുടെ ചുമപ്പല്ല, നേരെ മറിച്ച് നമ്മുടെ ആളുകൾക്കിടയിൽ ഒരു ചുമപ്പിനോട് അടുത്തൊരു നിറമുണ്ടല്ലോ, ആ നിറമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു സിയാദ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ജൂതനെ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏകദേശം ഈ രൂപത്തിലായിരിക്കും ദജ്ജാൽ ഉണ്ടാവുക എന്ന് ഇബ്നു സിയാദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ദജ്ജാലിന്റെ മറ്റൊരു അടയാളമായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് അവന്റെ കാലുകൾ വളഞ്ഞ കാലുകളായിരിക്കും. ദൂരം നടന്നു വരുമ്പോ ആ കാലുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവന്റെ നെറ്റിയിൽ മക്തൂബ് എഴുതപ്പെട്ടിട്ടുണ്ടാവും അൽ കാഫിർ എന്ന്. കൃത്യമായി ഇവൻ സത്യനിഷേധിയാണ് എന്ന് കൃത്യമായി അവന്റെ നെറ്റിയിൽ എഴുതപ്പെട്ടിട്ടുണ്ടാകും. വായിക്കാൻ അറിയുന്നവർക്കും വായിക്കാൻ അറിയാത്തവർക്കുമല്ല ആ കാഫിർ എന്ന് എഴുതിയത് കൃത്യമായി വായിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നിങ്ങൾ, എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് അവനെ കുറിച്ച് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ദജ്ജാൽ ദൂരെ നിന്ന് നടന്നു വരുമ്പോ ഒരു കുറിയ മനുഷ്യനായി നമുക്ക് തോന്നുമെങ്കിലും അയാൾ നല്ല ഉയരമുള്ള ആളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഞാൻ ഈ ഹദീസുകൾ പറയുന്നത് പല ഹദീസുകളിലായി വന്ന സംഗതികൾ ക്രോഡീകരിച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഒറ്റ ഹദീസിലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. പിന്നെ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അവൻ ഈ ഭൂമിയിൽ വന്നിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വാദിക്കുക, ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്നാണ്. ഈ റബ്ബാണ് എന്ന അവന്റെ വാദത്തിന് തെളിവായിക്കൊണ്ട് ഒരുപാട് സംഗതികൾ ഈ ഭൂമിയിൽ അവൻ കാണിച്ചുകൊണ്ടേയിരിക്കും. അതിലൊന്നാമത്തത്, അവൻ വളരെ ക്ഷാമവും കഷ്ടപ്പാടും ദാരിദ്ര്യവുമുള്ള ഒരു നാട്ടിലേക്ക് അവൻ ചെല്ലും, ഒരു നാട്ടിലേക്ക് അവൻ പോകും. എന്നിട്ട് ആ നാട്ടുകാരോട് അവൻ പറയും, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ് എന്ന് പറയും. ആ നാട്ടുകാർ അത് അംഗീകരിക്കും.
ആ നാട്ടുകാർ അത് സമ്മതിക്കും. അതോടുകൂടി അവിടെ ഉണങ്ങിക്കിടക്കുന്ന കൃഷിയിടങ്ങളെയെല്ലാം അവൻ പുനർജീവിപ്പിക്കും. അവിടെ അവൻ മഴ പെയ്യിക്കും. അവിടെ വലിയ സമ്പൽ സമൃദ്ധി അവൻ നൽകും. അവിടെ വലിയ ഐശ്വര്യം അവൻ നൽകും. അങ്ങനെ ആ നാട് മുഴുവൻ ദജ്ജാലിനെ ആരാധിക്കുന്ന പരിതാവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഐശ്വര്യമുള്ള നാട്ടിലേക്ക് അവൻ പോകും. എന്നിട്ട് ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് പറയും. ആ നാട്ടുകാർ അത് അംഗീകരിക്കില്ല. അവനെ നിഷേധിക്കും. അവനെ അവർ തിരസ്കരിക്കും. ആ സമയം ആ നാട്ടിലെ കൃഷിയിടങ്ങൾ അവൻ നശിപ്പിക്കും. ആ നാട്ടിലെ മഴയെ അവൻ ഇല്ലാതെയാക്കും. ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ അനുമതിയിലൂടെയാണ്. പടച്ചോൻ അനുമതി കൊടുത്തിട്ടാണ്. നോക്ക് നിങ്ങൾ, അതുകൊണ്ടാണ് ഫിത്ന എന്ന് പറഞ്ഞത്. വലിയ ഫിത്നയാണ്. ദജ്ജാലിനേക്കാൾ വലിയൊരു ഫിത്ന ഈ ലോകത്ത് വരാനില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ ഫിത്ന ഏറ്റവും ആദ്യം ബാധിക്കുന്നത് എവിടെയാണ്? മുസ്ലിങ്ങളുടെ വിശ്വാസത്തെയാണ്, ഈമാനിനെയാണ്. ആ ഈമാനിനെ തകർത്ത് തരിപ്പണമാക്കി കളയുന്ന ഫിത്നകളാണ് ദജ്ജാലിന്റെ കാലത്ത് വരിക. നോക്ക് നിങ്ങൾ, ഒരു നാട് മുഴുവൻ ഉണങ്ങിക്കിടക്കുമ്പോ അതിനെ മുഴുവൻ പുനർജീവിപ്പിക്കുക. ഒരു നാട് മുഴുവൻ ആ സമ്പൽ സമൃദ്ധിയിൽ കിടക്കുമ്പോ അവന്റെ റബ്ബാനിയത്ത് അംഗീകരിക്കാത്തത് കൊണ്ട്, അവന്റെ റുബൂബിയത്ത് അംഗീകരിക്കാത്തത് കൊണ്ട് ആ നാടിനെ മുഴുവൻ അവൻ നശിപ്പിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ആകാശത്തോട് മഴ പെയ്യിക്കാൻ പറയും. ആകാശം മഴ പെയ്യിക്കാൻ തുടങ്ങും. അവൻ ഭൂമിയോട് വിളകൾ ഉണ്ടാക്കാൻ പറയും. ഭൂമി വിളകൾ ഉണ്ടാക്കാൻ തുടങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഭൂമി മുഴുവൻ അവൻ സഞ്ചരിക്കും. ഭൂമിയുടെ മുക്കിലും മൂലയിലും അവൻ സഞ്ചരിക്കും. മനുഷ്യവാസമുള്ള ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം അവന്റെ സാന്നിധ്യമെത്തും. ഭൂമിയിൽ രണ്ട് സ്ഥലങ്ങളിൽ ഒഴികെ, ഒന്ന് പരിശുദ്ധ മക്കയും രണ്ട് പരിശുദ്ധമായ മദീനയുമാണ്. ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒഴികെ ഭൂമിയിലുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ദജ്ജാലിന്റെ സഞ്ചാരം എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്നു, നിങ്ങളിൽ ആരാണോ ജീവിച്ചിരിക്കുന്നത്, നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് തന്റെ മുന്നിലിരിക്കുന്ന സഹാബത്തിനോടല്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ദജ്ജാലിനെ ഒരുപക്ഷെ അഭിമുഖീകരിക്കാനിരിക്കുന്ന ആ ജനതയോട് റസൂല് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനയിൽ ഇരുന്നുകൊണ്ട് പറയാണ്. എന്താണ് പറയുന്നത്? അവന്റെ സാന്നിധ്യം നിങ്ങളുടെ സമീപ പ്രദേശത്ത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ വിവരം കിട്ടിക്കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങൾ അവനെ തേടി പോകരുത്. ഒരിക്കലും നിങ്ങൾ അവനെ അന്വേഷിച്ചു പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈമാനിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാകും, ആത്മവിശ്വാസം ഉണ്ടാകും. പക്ഷേ ആ ആത്മവിശ്വാസം തകർന്നു പോകും. നിങ്ങളുടെ ഈമാൻ തകർന്നു പോകും. അതുകൊണ്ട് ദജ്ജാലിൽ നിന്ന് ഓടി അകലാൻ മാത്രമേ നിങ്ങൾ ശ്രമിക്കാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് മാത്രം അനുമതിയുണ്ട് ദജ്ജാലിനെ അങ്ങോട്ട് പോയി കാണാൻ, ദജ്ജാലിനെ അങ്ങോട്ട് പോയി കോൺഫറൻസ് ചെയ്യാൻ ഒരാൾക്ക് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുമതി കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ മദീനയിലാണ്. അത് ആരാണെന്ന് നമുക്കറിയില്ല. ആ യുവാവ് ആരാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അയാൾ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ദജ്ജാലിനെ കാണാൻ വേണ്ടി പുറപ്പെടും. മദീനയുടെ പ്രാന്തപ്രദേശത്ത് ദജ്ജാൽ വന്നു നിൽക്കുന്ന ആ ഒരു രംഗമെല്ലാം ഹദീസിന്റെ താളുകളിലൂടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദജ്ജാൽ മദീനയുടെ അതിർത്തിയിലെത്തി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ മദീനയുടെ ഉള്ളിൽ നിന്ന് ഈ യുവാവ് ദജ്ജാലിനെ കാണാൻ വേണ്ടി പുറപ്പെടും എന്നാണ്. അങ്ങനെ മദീനയുടെ പുറത്തെത്തിക്കഴിഞ്ഞാൽ ദജ്ജാലിന്റെ കിങ്കരന്മാർ മദീനയുടെ പുറത്തു വെച്ച് ഈ യുവാവിനെ തടയും. എന്നിട്ട് ചോദിക്കും, എങ്ങോട്ടാണ് നീ പോകുന്നത് എന്ന് ചോദിക്കും. ആ മനുഷ്യൻ പറയും, ഞാൻ വന്ന ഒരാളില്ലേ, ഒരാൾ ആഗതനായിട്ടുണ്ടല്ലോ, അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാവും. അവർ ചോദിക്കുമ്പോ, നീ ഞങ്ങളുടെ റബ്ബിനെ കുറിച്ചാണ് പറയുന്നത്, ഞങ്ങളുടെ ഇലാഹിനെ കുറിച്ചാണ് നീ പറയുന്നത്, അദ്ദേഹം ഇലാഹാണ് എന്ന് നീ വിശ്വസിക്കുന്നില്ല അല്ലേ? അദ്ദേഹം പറയും, ഈ മദീനയിലെ യുവാവ് പറയും, ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്ക് അവനെ കാണേണ്ടതുണ്ട് എന്ന് പറയുമ്പോ ഈ കിങ്കരന്മാരിൽ ചില ആളുകൾ ആ യുവാവിനെ കൊല്ലാൻ വേണ്ടി മുന്നോട്ട് വരും. അപ്പൊ അവരിൽപ്പെട്ട വേറെ ചില ആളുകൾ പറയും, കൊല്ലരുത്, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ റബ്ബ്? ദജ്ജാലാണ്. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ, അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ആരെയും കൊന്നുകളയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവനെയും കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുക, അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ പറയുന്ന ദജ്ജാലിന്റെ കിങ്കരന്മാർ ഈ മനുഷ്യനെ പിടിച്ച് ബന്ദിയാക്കിക്കൊണ്ട് ദജ്ജാലിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. അവിടെ ദജ്ജാൽ അവനോട് ചോദിക്കും, ദജ്ജാൽ അവനോട് ചോദിക്കുകയാണ്, എന്നിൽ നീ വിശ്വസിക്കൂലേ? ഞാൻ ദൈവമാണെന്ന് വിശ്വസിക്കൂലേ? ഞാൻ റബ്ബാണെന്ന് വിശ്വസിക്കൂലേ? അപ്പൊ ഈ യുവാവ് പറയും, ഇല്ല, ഒരിക്കലുമില്ല. എന്റെ റസൂൽ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നീ മസീഹു ദജ്ജാലാണ്. നിന്റെ ഈ ഒറ്റക്കണ്ണും നിന്റെ കണ്ണുകൾക്കിടയിൽ എഴുതപ്പെട്ട കാഫിർ എന്ന വചനവും എന്റെ പ്രവാചകന്റെ വാക്കുകൾ പുലർന്നതായി എനിക്ക് മനസ്സിലാക്കി തരുന്നു. ഞാൻ നിന്നെ വിശ്വസിക്കില്ല. ആ സമയം ദജ്ജാൽ തന്റെ കിങ്കരന്മാരോട് പറയും,
നിങ്ങൾ അവനെ കൊല്ലുക, നേരെ പകുതിയായി രണ്ടായി പിളർന്നു കൊല്ലുക എന്ന് ദജ്ജാൽ അവനോട് പറയും. അങ്ങനെ ദജ്ജാലിന്റെ കൽപ്പന അനുസരിച്ച് ഈ മനുഷ്യനെ രണ്ടായി പിളർന്നു കൊല്ലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ മനുഷ്യന്റെ ശരീരത്തിന്റെ രണ്ട് പിളർപ്പുകൾക്കിടയിലൂടെ ദജ്ജാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്, ദജ്ജാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് ആ മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കും. വീണ്ടും ജീവിപ്പിച്ച് ആ മനുഷ്യനോട് ചോദിക്കും, ആരാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്? നിന്റെ റബ്ബല്ലേ? അപ്പോ നിന്റെ റബ്ബ് ഞാനാണ്, നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ മറുപടി പറയും, ഇതാ എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്റെ റസൂൽ ഈ ഒരു കൂടിക്കാഴ്ചയെ കുറിച്ച് കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് എനിക്ക് എന്റെ റസൂൽ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ദജ്ജാലാണ് എന്ന് ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ദുനിയാവിലെ ഏറ്റവും പവിത്രമായ, ഏറ്റവും അഫ്ദലായ രക്തസാക്ഷിയാണ്, ഷഹീദാണ് ആ മനുഷ്യൻ. കാരണം ഇത്രയും വലിയ കുഴപ്പക്കാരനായ, ലോകം മുഴുവൻ ഈ പിൻബലം നേടിക്കൊണ്ടിരിക്കുന്ന ഈ ദജ്ജാലിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് സത്യം വിളിച്ചു പറഞ്ഞ് ആ സത്യത്തിൽ നിന്ന് അടിപതറാതെ പിന്മാറാതെ ആ ദജ്ജാലിന്റെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ തൗഹീദ് പറഞ്ഞ് അത് പ്രഖ്യാപിച്ചു മരിക്കുന്ന ആ മനുഷ്യനായിരിക്കും ഈ ദുനിയാവിലെ ഏറ്റവും വലിയ, ഏറ്റവും നല്ല ഷഹീദ്, ഏറ്റവും നല്ല രക്തസാക്ഷി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നു. നോക്ക്, നിങ്ങൾ കണ്ണിൽ കാണുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, കണ്ണിൽ കാണുന്നത് പോലെ പ്രവാചകൻ പറഞ്ഞു തരുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ തമീമുദ്ദാരിയുടെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹയാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയുകയാണ്, ഒരിക്കൽ ബാങ്ക് കേട്ടു, ഞാൻ നിസ്കരിക്കാൻ പോയി. നിസ്കരിച്ചു കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവില്ലാതെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ആരും പോകരുത്, എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി എനിക്ക് പങ്കുവെക്കാനുണ്ട്. അങ്ങനെ പ്രവാചകൻ പറയാൻ, തമീമുദ്ദാരി എന്ന് പറയുന്ന ഒരു നസ്വാറാക്കളിൽപ്പെട്ട ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തിന് കാരണം അദ്ദേഹത്തിന്റെ ഒരു യാത്രയും ആ യാത്രയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനുണ്ടായ ചില അനുഭവങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തിന് കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അങ്ങനെ തമീമുദ്ദാരിയുടെ അനുഭവം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കുവെക്കുകയാണ്. തമീമുദ്ദാരിയും അതുപോലെ തന്നെ ബനൂ ലഹം, ബനൂ ജുദാം ഗോത്രത്തിൽപ്പെട്ട 30ഓളം ആളുകളും കൂടി കപ്പലിൽ സഞ്ചരിക്കുകയാണ്. കപ്പലിൽ കടൽ ഇളകി മറിഞ്ഞു, കാലാവസ്ഥ മോശമായി. ദിവസങ്ങളോളം, ആഴ്ചകളോളം കടലിൽ അവർ ഇങ്ങനെ അലഞ്ഞു തിരിയുകയുണ്ടായി. അവസാനം യാദൃശ്ചികമായി അവരുടെ കപ്പലിൽ അജ്ഞാതമായ, അവർക്ക് പരിചയമില്ലാത്ത, സൂര്യാസ്തമയത്തിന്റെ സമയത്ത് അവർക്ക് പരിചയമില്ലാത്ത ഒരു ദ്വീപിൽ കൊണ്ടുചെന്നടിഞ്ഞു. ആ ദ്വീപിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോ അവരാദ്യമായി കാണുന്നത് വിചിത്രമായ ഒരു മൃഗത്തെയാണ്. ശരീരം മുഴുവൻ രോമം കൊണ്ട് മൂടപ്പെട്ട, അതിന്റെ മുൻഭാഗം ഏതാണ് പിൻഭാഗം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു മൃഗത്തെയാണ് അവർ ഇറങ്ങിയ ഉടനെ കാണുന്നത്. അവർ അതിനോട് ചോദിച്ചു, നീ എന്താണ് എന്ന് അവരോട് ചോദിച്ചു. തമീമുദ്ദാരി ചോദിച്ചു. അപ്പൊ ആ മൃഗം മറുപടി പറഞ്ഞു, ഞാൻ ജസ്സാസയാണ് എന്ന് ആ മൃഗം മറുപടി പറഞ്ഞു. എന്നിട്ട് ആ മൃഗം പറഞ്ഞു, ആ കാണുന്ന കോട്ടക്കുള്ളിൽ, ആ കാണുന്ന പഴയ തകർന്നടിഞ്ഞ കോട്ടക്കുള്ളിൽ, അമ്പലത്തിനുള്ളിൽ, ക്ഷേത്രത്തിനുള്ളിൽ ഒരാൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ജസ്സാസ തമീമുദ്ദാരിയെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും അങ്ങോട്ട് കൊണ്ടുപോകുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ എത്തിയപ്പോ അവിടെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് കഴുത്തുകളും കാലുകൾ മുട്ടുവരെ ഇരുമ്പിന്റെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട ഒരു വലിയ മനുഷ്യനെയാണ് അവിടെ കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ ശരീരത്തെ കുറിച്ച് ഹദീസിൽ തന്നെ അദ്ദേഹം അറിയുന്നുണ്ട്. തമീമുദ്ദാരി വിശദീകരിക്കുന്നുണ്ട്. വളരെ വലിയ ശരീരമുള്ള, നല്ല കായബലമുള്ള, ആജാനുബാഹുവായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഈ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ആരാണ് നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നു. ഈ തമീമുദ്ദാരിയും കൂട്ടരും അതിനൊക്കെ മറുപടി പറയുന്നു. അങ്ങനെ ഈ പറയുന്ന മനുഷ്യൻ ചില ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ബൈസാനിലെ ഈത്തപ്പഴത്തോട്ടങ്ങളെ കുറിച്ചും അതുപോലെ ചില നദികളെ കുറിച്ചും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ കുറിച്ചുമെല്ലാം
കൃത്യമായി ചോദിച്ചറിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ പറയുകയാണ്, ഈ കോട്ടക്കുള്ളിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ പറയുകയാണ്, ഞാൻ ദജ്ജാലാണ്, എനിക്ക് പുറപ്പെടാനുള്ള സമയം ആയിട്ടുണ്ട്, സമ്മതം കിട്ടാനുള്ള സമയം ആയിട്ടുണ്ട്. അങ്ങനെ സമയമായി കഴിഞ്ഞാൽ ഞാൻ പുറപ്പെടുന്നതാണ്, ഭൂമിയിൽ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ സഞ്ചരിക്കുന്നതാണ്, ആ ഭൂമിയിൽ 40 ദിവസം ഞാൻ കഴിച്ചു കൂട്ടുന്നതാണ് എന്ന് ദജ്ജാൽ അവരോട് പറഞ്ഞുവെന്നാണ്. അങ്ങനെ അവർ അവരുടെ കപ്പലിൽ കയറി ആ ദ്വീപിൽ നിന്ന് യാത്രയായി. ഈ ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊന്നും നമുക്കറിയില്ല. ഒരു കാര്യം നമുക്കറിയാം, ഗൂഗിൾ മാപ്പിനിയിലോ മനുഷ്യന്റെ ടെലസ്കോപ്പുകളിലോ പതിയാത്ത, കണ്ടെത്താൻ സാധിക്കാത്ത എത്രയോ പ്രദേശങ്ങൾ ഈ ഭൂമിയിൽ തന്നെയുണ്ട്. നൂറുകണക്കിന് വിമാനങ്ങൾ അപ്രത്യക്ഷമായ പ്രദേശങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഇതിഹാസങ്ങളും ഐതിഹ്യങ്ങളും പരക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിന്റെ പിന്നിലൊന്നും പോകണ്ട. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ റഡാറുകൾക്കും മനുഷ്യന്റെ ടെലസ്കോപ്പുകൾക്കും മനുഷ്യന്റെ മാപ്പിനികൾക്കും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങൾ ഈ ഭൂമി ലോകത്തുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. സ്പേസിൽ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്, പക്ഷേ കടലിന്റെ അടിയിൽ എത്ര ദൂരം പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? കടലിന്റെ അടിയിൽ എത്രത്തോളം ഗവേഷണം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? കടലിന്റെ അടിയിലെ ഇരുട്ട് മൂടിയ ആ ഭാഗത്ത് ഏതൊക്കെ തരത്തിലുള്ള ജീവികളുണ്ട് എന്ന് ഇന്നും മുഴുവനും തിരിച്ചറിയാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല. ആമസോൺ കാടുകൾക്കുള്ളിൽ ഏതൊക്കെ തരത്തിലുള്ള വന്യജീവികൾ ഉണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ ഇന്നും ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിട്ടില്ല, ഗവേഷകർക്ക് സാധിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിഗൂഢതകളുടെ താക്കോൽ അല്ലാഹുവിന്റെ കയ്യിലാണ്, അവനല്ലാതെ മറ്റാരും അറിയില്ല. എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു പറഞ്ഞത്, മനുഷ്യന്റെ മാപ്പിനികൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത കടലിലാകട്ടെ കരയിലാകട്ടെ നിഗൂഢമായ ആഴത്തിലുള്ള അജ്ഞാതമായ വിചിത്രമായ വിജനമായ പ്രദേശത്തുള്ള എല്ലാ വിവരങ്ങളും കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായി അറിയുന്നവൻ ലോകത്തിന്റെ രക്ഷിതാവ് അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തെല്ലാ സ്ഥലങ്ങളും കണ്ടെത്തി എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്ക് സെന്റിനലീസ് ഐലൻഡിനുള്ളിൽ ഉള്ള ദ്വീപ സമൂഹത്തെ കുറിച്ച് പോലും പൂർണ്ണമായും പഠിക്കാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല. ഇന്ന് ഗവൺമെന്റ് അതിനെ പ്രിസർവ് ചെയ്ത് നിർത്തിയിരിക്കുകയാണെങ്കിലും അതുപോലെയുള്ള ഒരുപാട് ദ്വീപുകളിൽ എന്തൊക്കെ കഴിയുന്നുണ്ട്, ആരൊക്കെ കഴിയുന്നുണ്ട്, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നൊന്നും കണ്ടെത്താൻ മനുഷ്യൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. നമ്മുടെ പരിധി നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണെന്നറിയോ? എത്രയോ മനുഷ്യർ ഈ മരുഭൂമി യാത്ര പോകാറുണ്ട്. മരുഭൂമി യാത്ര പോയിട്ട് അവര് വഴിതെറ്റി മരുഭൂമിയിൽ കുടുങ്ങി അങ്ങനെ വണ്ടിയുടെ ഉള്ളിലുള്ള റേഡിയേറ്ററിലുള്ള വെള്ളം കുടിച്ച് അവസാനം സ്വന്തം മൂത്രം കുടിച്ചിട്ട് വരെ മരിക്കുന്നവരുണ്ട്. ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും വിശാലമായി കിടക്കുന്ന ആ മരുഭൂമിയിൽ എവിടെയോ ഉള്ള മനുഷ്യരെ കണ്ടെത്താനുള്ള സംവിധാനം ലോകത്തെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് സംവിധാനങ്ങളുള്ള രാഷ്ട്രങ്ങൾക്ക് പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ? മനുഷ്യന്റെ പരിമിതി വളരെ വലുതാണ്, മനുഷ്യന്റെ പരിധി വളരെ വലുതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം താഴ്മയോടെ വിനയത്തോടെ അത് സ്വീകരിക്കുക, അംഗീകരിക്കുക എന്നതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ഇനി ഒരുപാട് ഹദീസുകൾ, ഇബ്നു സിയാദിനെ കുറിച്ചുള്ള ഹദീസുകളൊക്കെ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഏതായാലും ദജ്ജാൽ ഈ ഭൂമിയിൽ അങ്ങനെ ഫിത്ന വിതച്ചുകൊണ്ട്, ഫസാദ് വിതച്ചുകൊണ്ട് 40 ദിവസം സഞ്ചരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എണ്ണമറ്റ മുസ്ലിങ്ങളെ അവൻ കൊല്ലും, ഒരുപാട് ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കും. ആ ദജ്ജാലിനെ പിൻപറ്റുന്ന വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള 2 വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒന്ന് ജൂതന്മാരാണ്, 2 സ്ത്രീകളാണ്. ഒന്ന് ജൂതന്മാരും 2 സ്ത്രീകളുമാണ്. നിങ്ങൾ നോക്ക്, ഒരു നാട്ടിൽ ഒരു അന്ധവിശ്വാസ കേന്ദ്രം ഉണ്ടായി കഴിഞ്ഞാൽ ആ കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ ആരായിരിക്കും നിൽക്കുക? നിങ്ങൾ സ്വന്തത്തോടും ചോദിച്ചു. ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും. കാരണം ഇത്തരം സൂപ്പർഷിയസ് ബിലീഫ്സ് ഒക്കെ ഇങ്ങനെ ഈ ഒരു അതിശയോക്തി കലർന്ന കഥകളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക, അവിടെ പോയിട്ട് ശാന്തിയും സമാധാനമൊക്കെ തേടുക ഈ പറയുന്ന സ്ത്രീകളായിരിക്കും. ദജ്ജാൽ കാണിക്കുന്ന ഈ വൃത്തികേടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ മയങ്ങിപ്പോകുക ആ കാലഘട്ടത്തിലെ സ്ത്രീകളായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്തിനാ പ്രവാചകൻ പറഞ്ഞറിയോ? പ്രവാചകൻ ഒരു ബെഗിഷോവനിസ്റ്റ് ആയതുകൊണ്ടല്ല, മറിച്ച് ആ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട സ്ത്രീകൾ ഈ ചതിയിൽ പെട്ടുപോകരുത്
എന്ന നിർബന്ധ ബുദ്ധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളത് കൊണ്ടാണ്. പ്രവാചകൻ പറഞ്ഞു, അവൻ സ്വർഗവും കാണിക്കും നരകവും കാണിക്കും. നിങ്ങൾ അവന്റെ നരകത്തെ തിരഞ്ഞെടുക്കുക, അത് യഥാർത്ഥത്തിൽ സ്വർഗമാണ്. നിങ്ങൾ അവന്റെ സ്വർഗത്തെ തിരഞ്ഞെടുക്കരുത്, അത് യഥാർത്ഥത്തിൽ നരകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. ഈ ഫിത്നയുടെ അറുതി എപ്പോഴാണ്? അതും പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നു. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവോടുകൂടിയാണ് ഈ ഫിത്നയുടെ അറുതി ഉണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. സൂറത്ത് ആല ഇംറാനിലെ 45-ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കത്തീർ റഹിമഹുള്ളയും ഖുർതുബിയും ഒക്കെ കൊടുത്തൊരു വിശദീകരണമുണ്ട്. ആ വിശദീകരണത്തിൽ നമുക്ക് കാണാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരിക്കൽ മുസ്ലിം ഉമ്മത്തിനെ കാണിക്കപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ കാണിക്കപ്പെട്ടു. അവരുടെ നമസ്കാരത്തിൽ നിൽക്കുന്ന സൊഫിന്റെ ഭംഗിയും അവരുടെ ത്വാഅത്തും എല്ലാം കണ്ടിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ ഉമ്മത്തിൽ ഒരു അംഗമാകാൻ എനിക്ക് അവസരം തരണേ എന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു എന്നാണ്. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലത്ത് ഈ ഉമ്മത്തിൽ ഒരാളായിട്ട് ഇറങ്ങി വരിക എന്ന് മുഫസ്സിറുകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈസാ നബി എങ്ങനെയാണ് വരിക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുയായിയായിട്ടായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. അദ്ദേഹം ജീവിക്കുക ഖുർആനും സുന്നത്തും അനുസരിച്ചായിരിക്കും, ഇഞ്ചീൽ അനുസരിച്ചല്ല. ഇഞ്ചീൽ കാലഹരണപ്പെട്ടു പോയി, ഇഞ്ചീൽ എടുക്കപ്പെട്ടു പോയി, ഇഞ്ചീൽ ഉണ്ടാവില്ല. അദ്ദേഹം വന്നിട്ട് ചെയ്യുക, കുരിശുകൾ തകർക്കുകയും പന്നിയെ കൊല്ലുകയും ജിസിയ എടുത്തു കളയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ആ ഇറക്കത്തെ കുറിച്ച് പോലും സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മസ്ജിദു അബ്ബാസിയ ഉമവിയ എന്തോ പേരുള്ള കിഴക്കൻ സിറിയയിലുള്ള ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഇന്നും പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും യുദ്ധം നടന്നിട്ട് അത് തകർക്കപ്പെട്ടിട്ടില്ല. ആ വെള്ള മിനാരമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു, അല്ലാന്ന് പറയുന്നവരുണ്ട്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കിഴക്കൻ ദമാസ്കസിലുള്ള ഒരു വെള്ള മിനാരത്തിന്റെ മുകളിലേക്കായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരിക. അദ്ദേഹം ഇറങ്ങി വരിക രണ്ട് മലക്കുകളുടെ തോളത്ത് കൈവച്ചിട്ടായിരിക്കും, രണ്ട് മലക്കുകളുടെ ചിറകിൽ കൈവച്ചിട്ടായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അദ്ദേഹത്തിന്റെ ഇറക്കം ഉണ്ടാവുക സുബഹിന്റെ സമയത്തായിരിക്കും. മുസ്ലിങ്ങൾ സൊഫ് കെട്ടിക്കൊണ്ട് നമസ്കാരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇറക്കം ഉണ്ടാവുക. അദ്ദേഹം നേരെ പള്ളിയിലേക്ക് വരും. പള്ളിയിലേക്ക് വരുമ്പോ അദ്ദേഹത്തിന്റെ രൂപഭാവങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ അടയാളങ്ങളിലൂടെ മുസ്ലിങ്ങൾ മനസ്സിലാക്കും ഇത് ഈസാ മസീഹാണ്, ഈസാ ഇബ്നു മറിയമാണ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ മുന്നിൽ ഇമാമായി നിൽക്കുന്ന മനുഷ്യൻ, ആ ഇമാമ പിറകിലേക്ക് മാറി നിൽക്കും. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് തന്നെ ഇമാമായി നമസ്കരിക്കാൻ പറയും. അങ്ങനെ ഈ മനുഷ്യൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മനുഷ്യന്റെ പിറകിൽ നിന്നുകൊണ്ട് മഹ്മൂമായി നിസ്കരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഈ ഉമ്മത്തിന് കിട്ടുന്ന വലിയൊരു ബഹുമതിയാണ് എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാണ്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദജ്ജാലിന്റെ വധം ഏൽപ്പിച്ചിട്ടുള്ളത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്ന മാത്രയിൽ തന്നെ ഉപ്പിൽ ഒച്ചുരുകി പോകുന്നത് പോലെ ആ ദജ്ജാൽ പേടിച്ച് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നു. അവസാനം ബാബുൽ ലുദ്ദ് ഇന്ന് ഇസ്രായേലിലെ ഒരു സ്ഥലമാണ്, അവിടെ എയർപോർട്ടാണ് എന്നൊക്കെ പറയപ്പെടുന്നു. ആ സ്ഥലത്ത് വെച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ വധിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടുകൂടി ദജ്ജാലിന്റെ ഫിത്ന ഇല്ലാതാവും, ദജ്ജാൽ ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയാവും. പിന്നീട് 40 വർഷത്തോളം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഭരണം നടത്തുമെന്നാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭരണത്തിന്റെ കാലത്തുണ്ടാവുന്ന ഒട്ടനവധി പ്രത്യേകതകൾ ഹദീസിന്റെ താളുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിങ്ങൾ വലിയ അഭിവൃദ്ധിയിലായിരിക്കും. അള്ളാഹു അവന്റെ പ്രകാശം പൂർണ്ണമായി പൂർത്തിയാക്കുന്ന ഒരു സമയമായിരിക്കും അത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രകാശത്തിന്റെ പൂർണ്ണമായ പൂർത്തീകരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണത്തിന്റെ കീഴിലുണ്ടാകുമെന്ന് കൃത്യമായി നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു വലിയ ഫിത്ന ഉണ്ടാവുക, മറ്റൊരു വലിയ ഫസാദ് ഭൂമിയിലേക്ക് കടന്നു വരിക.
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഫിത്ന എന്താണ്? യഅജൂജ് മഅജൂജിന്റെ ഫിത്നയാണ്. യഅജൂജ് മഅജൂജിനെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയും. ദുൽഖർനൈൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടാക്കിയ മതിൽക്കെട്ടിന്റെ അപ്പുറത്ത് തളക്കപ്പെട്ട രണ്ട് ഗോത്രവർഗങ്ങളാണ്, രണ്ട് മനുഷ്യ വിഭാഗങ്ങളാണ് യഅജൂജ് മഅജൂജുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസ് ഉണ്ടല്ലോ, 1000-ൽ ഒരാൾ മാത്രമാണ് സ്വർഗത്തിൽ കടക്കുക. മനുഷ്യ വംശത്തിൽ 1000-ൽ ഒരാൾ മാത്രമാണ് സ്വർഗത്തിൽ കടക്കുക എന്ന് സഹീഹായ ഒരു ഹദീസ് ഉണ്ട്. ഈ ഹദീസിന് ഉപോത്ബലകമായി റസൂല് സമാധാനത്തിന്റെ ഒരു വാക്ക് പറഞ്ഞത് ഈ 1000-ൽ യാജൂജും മാജൂജും കൂടി പെടും എന്നതാണ്. വലിയ പോപ്പുലേഷൻ വൈസ് നോക്കിയാൽ, ജനസംഖ്യ രീതിയിൽ നോക്കിയാൽ വലിയ വിഭാഗമായിരിക്കും, വലിയ ജനതയായിരിക്കും ഈ രണ്ട് കൂട്ടർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഉലമാക്കളൊക്കെ, ചില മുഫസ്സിറുകളൊക്കെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശ്വസിക്കാത്ത മകനുണ്ടല്ലോ, ആ മകന്റെ വംശ പരമ്പരയാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് പൂർണ്ണമായി സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഹദീസിൽ സ്ഥിരപ്പെട്ടു വരാത്തത് കൊണ്ട്. അയാൾ മരണപ്പെടുന്നതിന് മുന്നേ ഉണ്ടായ വിശ്വാസികളായ മക്കളുടെ സന്താന പരമ്പരയാണ് അതെന്നൊക്കെ പറയുന്ന ആലിമീങ്ങളുണ്ട്. ഏതായാലും അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, സ്വീകരിക്കണം, തള്ളേണ്ടതുമില്ല, കൊള്ളേണ്ടതുമില്ല എന്ന രീതിയാണ് അത്തരം വിഷയങ്ങളിൽ നാം സ്വീകരിക്കേണ്ടത്. കാരണം പലപ്പോഴും ബൈബിൾ നോക്കിയും അതുപോലെ തന്നെ പഴയ നിയമം നോക്കിയൊക്കെയാണ് പണ്ഡിതന്മാർ ഇത് പറയുക. അത് തള്ളുകയോ കൊള്ളുകയോ വേണ്ടതില്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ സഹീഹായ ഹദീസുകളിൽ ഈ യാജൂജ് മാജൂജിന്റെ ഫിസിക്കിനെ കുറിച്ച് കൃത്യമായി വന്നിട്ടുണ്ട്. അവരുടെ ശരീരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച്. അവർ ബലവാന്മാരാണ്, അതുപോലെ തന്നെ വലിയ ചെവിയുള്ളവരാണ് എന്നൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതായി നമുക്ക് കാണാൻ കഴിയും. ശരിക്കും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആന്ത്രപ്പോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വിഭാഗങ്ങളായി ആന്ത്രപ്പോളജിസ്റ്റുകൾ മനുഷ്യരെ തിരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നമ്മളെ ഹോമോസാപ്പിയൻസ് ആണ് എന്നാണ് പറയുന്നത്. ഇത് എവല്യൂഷൻ വൈസ് അല്ല ഞാൻ പറയുന്നത്, ആന്ത്രോപോളജി രീതിയിൽ നോക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. നമ്മളെ ഹോമോസാപ്പിയൻസ് ആണ്, അതുപോലെ തന്നെ നിയാൻഡർതാൽസ് ഉണ്ട്, ഡെനിസോവൻസ് ഉണ്ട്, ഒരുപാട് വർഗങ്ങളുണ്ട്. ഇവരുടെ ഒക്കെ പ്രത്യേകത, ഇപ്പൊ നിയാൻഡർതാൽ മനുഷ്യന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് നമ്മുടെ ശരീരവുമായി ടോട്ടലി ഡിഫറെന്റ് ആണ് അവരുടെ ഫിസിക്, അവരുടെ ശരീരം, അവരുടെ എല്ലിന് തടി കൂടുതലാണ്, ബലം കൂടുതലാണ്, അതുപോലെ അവരുടെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റുണ്ട്, അതുപോലെ തന്നെ സ്കള്ളിന്റെ ഷേപ്പ്, തലയോടിയുടെ ഷേപ്പ് മാറ്റുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഇന്നും ഈ ഹോമോസാപ്പിയൻസിൽ, ലോകത്തുള്ള പല ഭാഗങ്ങളിലായി പരന്നു കിടക്കുന്ന ഹോമോസാപ്പിയൻസിൽ നിയാൻഡർതാൽ മനുഷ്യന്റെ 1-2% ജീന് ബാക്കിയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഡെനിസോവൻ മനുഷ്യരുടെ 5%-6% ജീനുകൾ ബാക്കിയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മളുടെ അതേ ശരീരമല്ലാത്ത വർഗങ്ങൾ മനുഷ്യകുലത്തിലുണ്ട് എന്ന് ആന്ത്രപ്പോളജി കൃത്യമായി അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരഘടനയുള്ള മനുഷ്യന്മാർ ജീവിച്ചിരുന്നു എന്നത് മോഡേൺ ആന്ത്രോപോളജി റിസർച്ച് കൃത്യമായി അംഗീകരിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാജൂജ് മാജൂജിനെ കുറിച്ച് ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അതിനെ തെളിയിക്കുന്ന, അതിനൂന്നൽ നൽകുന്ന തെളിവുകളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യാജൂജ് മാജൂജിന്റെ ആ ശരീരഘടനയെ കുറിച്ചും അവരുടെ അക്രമത്തെ കുറിച്ചുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഭൂമിയിൽ മുഴുവൻ അവർ നാശം വിതക്കും, ഭൂമി മുഴുവൻ അവർ കൊലപാതകം നടത്തും, രക്തച്ചൊരിച്ചിൽ നടത്തും. അവരെ തോൽപ്പിക്കാൻ, അവരെ പരാജയപ്പെടുത്താൻ ആ കാലഘട്ടത്തിലുള്ള ഒരു മനുഷ്യർക്കും സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം ആകാശത്തേക്കും അവർ അക്രമം നടത്താൻ തുടങ്ങും. ആകാശവാസികളും അവർക്ക് മുന്നിൽ പരാജയപ്പെട്ടു എന്നതിന്റെ അടയാളങ്ങൾ അവരെ കബളിപ്പിക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബ് അവരിലേക്ക് തിരിച്ചയക്കുമെന്ന് സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ യാജൂജ് മാജൂജിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മുഅ്മിനീങ്ങളും പർവ്വതങ്ങളിൽ അഭയം തേടുമെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ആ പർവ്വതത്തിൽ വെച്ച് പ്രിയപ്പെട്ടവർ ഈസാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്യും, റബ്ബേ, ഈ ഒരു ഫിത്നയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല, ഈ ഒരു അദാബിൽ ഞങ്ങളെ രക്ഷിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും, ആ ദുആ സ്വീകരിക്കപ്പെടും. എന്നിട്ട് അവരെ എങ്ങനെയാണ് അല്ലാഹു നശിപ്പിക്കുക? അത് വലിയ അത്ഭുതമാണ്. ആധുനിക യുഗത്തിൽ പോലും മനുഷ്യൻ പകച്ചു നിൽക്കുന്ന ഒറ്റൊരു സംഗതിയേ ഉള്ളൂ. ആധുനിക യുഗത്തിൽ പോലും മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരേ ഒരു സംഗതി മാത്രമേ ഉള്ളൂ, മൈക്രോ ഓർഗാനിസംസ് ആണ്. ബാക്ടീരിയ പോലെ, വൈറസ് പോലെ മനുഷ്യന്റെ ഗവേഷണ പരിധിയിൽ വരാത്ത കോടിക്കണക്കിന് വൈറസുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്.
ഇത് ഓർമ്മയുണ്ടല്ലോ, 2019 ഒരു കൊറോണ വൈറസ് ഉണ്ടായപ്പോ ആ ലോകത്തിലെ വൻ ശക്തികൾ മുഴുവൻ, നിരത്തുകൾ മുഴുവൻ ഒഴിച്ചിട്ടു. സൂപ്പർ മാർക്കറ്റുകൾ മുഴുവൻ ഒഴിഞ്ഞു കിടന്നു. വലിയ വലിയ സ്ഥാപനങ്ങൾ മുഴുവൻ ഒഴിഞ്ഞു കിടന്നു. വലിയ ഡോക്ടർമാർ വരെ കൈമലർത്തി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. മനുഷ്യനുണ്ടാക്കിയ സകല സംവിധാനങ്ങളും തോറ്റ് തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ ലോകം സാക്ഷ്യം വഹിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരുതരം ജീവിയെ, ഒരുതരം ചെള്ളിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരുടെ കഴുത്തിന്റെ ഭാഗത്തേക്ക് പറഞ്ഞയക്കും. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. അല്ലാഹുവിന്റെ സൈന്യത്തെക്കുറിച്ച്, അല്ലാഹുവിന്റെ പട്ടാളത്തെക്കുറിച്ച് അവന് മാത്രമേ അറിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഉറുമ്പുകളിൽ അല്ലാഹുവിന്റെ സൈന്യമുണ്ട്, തേനീച്ചകളിൽ അല്ലാഹുവിന്റെ സൈന്യമുണ്ട്, പക്ഷികളിൽ അല്ലാഹുവിന്റെ സൈന്യമുണ്ട്, മൃഗങ്ങളിൽ അല്ലാഹുവിന്റെ സൈന്യമുണ്ട്, മലക്കുകളിൽ അല്ലാഹുവിന്റെ സൈന്യമുണ്ട്. ഇതൊക്കെ അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയുടെ ഫലമായി ഒരുതരം സൂക്ഷ്മജീവിയെ അവരുടെ കഴുത്തുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കും. അങ്ങനെ അതങ്ങോട്ട് പടർന്നു പിടിക്കും. ആ വർഗത്തിലേക്ക് മുഴുവൻ ആ രോഗം, ആ ചെള്ളങ്ങോട്ട് പടർന്നു പിടിക്കും. അവൻ ചത്തു തീരാൻ തുടങ്ങും, മരിച്ചു തീരാൻ തുടങ്ങും. ഒരു രക്ഷയുണ്ടായാലും അവരുടെ മുന്നിൽ. അങ്ങനെ ചില പ്രദേശങ്ങൾ മുഴുവൻ അവരുടെ ശവങ്ങൾ കൊണ്ട്, അവരുടെ മയ്യിത്തുകൾ കൊണ്ട് നിറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരാണ്. അങ്ങനെ അവസാനം ആ മയ്യിത്തുകൾ കൊണ്ടുള്ള പ്രതിസന്ധിയെ കുറിച്ചും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്യും. കഴുത്ത് നിന്ന ചില പക്ഷികളെ അല്ലാഹു പറഞ്ഞയക്കുകയും എന്നിട്ട് ആ മയ്യിത്തുകൾ മുഴുവൻ അല്ലാഹു എവിടെയാണോ ഉദ്ദേശിച്ചത്, എവിടെയാണെന്ന് അറിയില്ല, അല്ലാഹു എവിടെയാണോ ഉദ്ദേശിച്ചത് അവിടേക്ക് ഈ മയ്യിത്തുകളെ മുഴുവൻ നീക്കം ചെയ്യുകയും ചെയ്യും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഭരണം വീണ്ടും തുടങ്ങും. എന്നിട്ട് അദ്ദേഹം മരണമടയും. 40 വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണമുണ്ടാവും. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ കഫം ചെയ്ത്, അദ്ദേഹത്തെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ മയ്യിത്ത് നമസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉമ്മത്തായി, ഉമ്മത്തിൽപ്പെട്ട ഒരു അംഗമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖബറടക്കും, മറമാടും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നാളെ മഹ്ശറയിൽ എഴുന്നേൽക്കുക പ്രിയപ്പെട്ടവരെ മുഹമ്മദി ഉമ്മത്തായിട്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ഒരു അംഗമായിട്ടായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ അനുഗ്രഹം എത്രമാത്രം വലുതാണ്, എത്ര വലിയ അഭിമാനമാണ് പ്രിയപ്പെട്ടവരെ. ഒരു വലിയ പ്രവാചകൻ, അല്ലാഹു പ്രത്യേകമായി സൃഷ്ടിച്ചൊരു പ്രവാചകൻ, ഉപ്പയില്ലാതെ ലോകത്ത് ജനിച്ചു വീണ ഒരേ ഒരു മനുഷ്യൻ. ആ പ്രവാചകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു അംഗമായി, ഒരു അനുയായിയായിട്ടാണ് ആ പ്രവാചകൻ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുക. പിന്നീട് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ, ദാബത്തുൽ അർദിന്റെ ഫിത്നയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ഏകദേശം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണം കഴിയുന്നതോടുകൂടിയാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാൻ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമ്പോൾ ഒരു വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, തൗബയുടെ വാതിൽ എന്നേക്കുമായി അടക്കപ്പെടും. മനുഷ്യന്റെ മനസ്സുകളിൽ സീലമൊക്കപ്പെടും. പിന്നീട് തൗബയില്ല, പശ്ചാത്താപമില്ല. മനുഷ്യ ജീവിതത്തിൽ 2 ഘട്ടങ്ങളിലാണ് തൗബയുടെ വാതിൽ അടക്കപ്പെടുക. എല്ലാവരും തൗബ ചെയ്യുന്ന 2 ഘട്ടം. എല്ലാവരും തൗബ ചെയ്യും, എല്ലാവരും നന്നോ, ഒരാൾ പോലും നന്നാവാതില്ല. ഒരു ഘട്ടം ഏതാണെന്ന് അറിയും? അവന്റെ മരണത്തിന്റെ സമയമാണ്. ഫിറഔനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഫിറഔൻ എന്തൊക്കെ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഫിറഔന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. മൂസാ നബിയോട് പരാതി പറഞ്ഞു, ദുആ ചെയ്തു, വെള്ളപ്പൊക്കം മാറി. ഫിറഔന്റെ കാലത്ത് ആ നാട്ടിൽ മുഴുവൻ തവളകൾ കൊണ്ട് നിറഞ്ഞു. തവള കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. മൂസാ നബിയോട് വന്ന് പറഞ്ഞു, മൂസാ നബി ദുആ ചെയ്തു, ആ തവളകൾ അപ്രത്യക്ഷമായി. കുടിവെള്ളം രക്തമായി മാറുന്ന പരീക്ഷണം, അത് മൂസാ നബിയുടെ ദുആ കാരണം ഇല്ലാതെയായി. ചെള്ളു വന്നു, ജറാദ് വന്നു. ആയാത്തി മുഫസ്സല, കൃത്യമായി വിശദീകരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ മുഴുവനും വന്നു. അതെല്ലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയിലൂടെ അല്ലാഹു നീക്കി കാണിച്ചു കൊടുത്തു. എന്നിട്ട് മനുഷ്യൻ നന്നായോ? ഇല്ല, എന്നിട്ടും നന്നായില്ല. അത് മാത്രമല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് കടലിൽ പടരുന്നത് ഇയാൾ കണ്ണുകൊണ്ട് കണ്ടു. തന്റെ വടി കൊണ്ടടിക്കാൻ പറയപ്പോൾ പറഞ്ഞു, വടി കൊണ്ടടിച്ചു. ആ സമയം ആ കടലിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകന്റെ മുന്നിൽ പിളർന്ന് ആ നടുവിൽ സുന്ദരമായ വഴി പ്രത്യക്ഷപ്പെടുന്നത് ഇയാൾ കണ്ണുകൊണ്ട് ലൈവായിട്ട് കണ്ടു. എന്നിട്ട് നന്നായോ?
എന്നിട്ട് വിശ്വസിച്ചോ? ഇല്ല. എന്നിട്ട് ഇയാൾ എന്താ ചെയ്തത്? മൂസാ നബി ആ വഴിയിലൂടെ തന്നെ നടന്നു കൊല്ലാൻ പോയി. അവസാനം കടല് മൂടി, വെള്ളത്തിൽ മുങ്ങി, റൂഹ് തൊണ്ടക്കുള്ളിലെത്തി, മരണത്തെ മുന്നിൽ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു, എന്താ? ഏത് തെമ്മാടിയായ മനുഷ്യനും നന്നാവും ഈ സമയം വന്നാൽ. ഫിറഔൻ വരെ നന്നായിട്ടുണ്ട്. ഫിറഔനേക്കാൾ വലിയ തെമ്മാടികളൊന്നും ഇനി ചിലപ്പോൾ ജനിക്കാനുണ്ടാവില്ല. മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ മറുപടി എന്താണ്? ഇപ്പോഴാണ് ബോധം വന്നത്, ഇപ്പോഴാണ് തിരിച്ചറിവ് വന്നത്. എത്ര അവസരങ്ങൾ തന്നു, എത്ര അവസരങ്ങൾ ജീവിതത്തിൽ തന്നുപോയി, എത്ര ദൃഷ്ടാന്തങ്ങൾ കണ്ടു. നീ ധിക്കരിച്ചില്ലേ, കുഴപ്പമുണ്ടാക്കി നടന്നില്ലേ? അതുകൊണ്ട് ഇന്ന ദിവസം ഈ കടലിൽ എന്തെങ്കിലും പുറത്തു പോകുന്നുണ്ടെങ്കിൽ നിന്റെ ശവം മാത്രമായിരിക്കും, നിന്റെ മയ്യത്ത് മാത്രമായിരിക്കും. അതെന്തിനു വേണ്ടിയാണെന്നറിയോ? കുറെ എണ്ണ കടലക്കരയ്ക്ക് കാത്തിക്കുന്നുണ്ട്, നിന്റെ മുന്നിൽ കൈകൂപ്പി ഓക്കാനിച്ചു നിൽക്കുന്നവർ. നീ എന്ത് പറഞ്ഞാലും നിനക്ക് മുന്നിൽ ഓശാന പാടുന്നവർ. അവർക്ക് നിന്റെ ഈ ജഡം കാണാൻ, നിന്റെ ഈ മയ്യത്ത് കാണാൻ, ഒന്നുമല്ലാത്ത നിന്റെ ഈ കോലം കാണുന്നതിന് വേണ്ടിയിട്ട് നിന്റെ ശരീരത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമെന്ന്. എത്ര ചാൻസ് ആണ് കൊടുത്തത്? അള്ളാഹ് എന്നാ കൊടുത്തത്? എന്നാൽ വിശ്വസിക്കാൻ തയ്യാറായപ്പോ ആ ചാൻസ് വേണ്ടാന്ന് പറഞ്ഞത് ആരാണ്? അള്ളാഹു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ആ തൗബയുടെ വാതിലടയുന്ന ഒരു സമയമുണ്ട്. ആ സമയമാവുമ്പോ നമ്മൾ എന്ത് പറയുന്നറിയോ? ഇപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടിയോ പള്ളിക്ക് വേണ്ടിയോ എന്തെങ്കിലും കളക്ഷന് വേണ്ടിയിട്ട് വരുമ്പോ ആളുകളെ നെറ്റി കൊണ്ട് ചുടിക്കും. പണിയില്ലല്ലോ. ഇരുപകാരിക്കുന്ന വീട്ടിലേക്ക് വരുമ്പോ ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ ശാപവാക്കുകളും അറപ്പുളവാക്കുന്ന വാക്കുകളും കേട്ടവരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പിരിവിനിറങ്ങുന്നത്. ഒരു സംശയമാണ് കാര്യത്തിൽ. ആളുകൾക്ക് വെറുപ്പാണ് അവരോട്, ആളുകൾക്ക് അവർ ഇഷ്ടമല്ല. പാവങ്ങൾക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടിയിട്ടല്ല. ഈ സ്വതക്ക എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് മാത്രമല്ല, അഭിമാനത്തിന് സ്വതക്ക ഉണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ, നല്ല സമ്പന്ന രീതിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ, ഈ മനുഷ്യന്മാര് മറ്റുള്ളവരുടെ മുന്നിൽ സ്വതക്കു വേണ്ടി കഴിഞ്ഞിട്ടല്ല, സ്വന്തം അഭിമാനമാണ് പണയം വെക്കുന്നത്. സ്വന്തം അഭിമാനം. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാനുള്ള അവസരം കിട്ടുമ്പോ അതിനെ നെറ്റി ചുളിച്ചുകൊണ്ടും അതിനെ വളരെ വൃത്തികെട്ട ഒരു സംഗതി ആയിക്കൊണ്ടും കണ്ട ആളുകൾ മരിക്കാൻ കിടക്കുന്ന ഒരു രംഗം എന്താറിയോ? മരണം മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ പള്ളിയുടെ വരിസംഖ്യ 50 രൂപ കൂട്ടിയപ്പോ ജനറൽ ബോഡിയിൽ ഘോരഘോരം പ്രസംഗിച്ചവൻ അന്ന് പറയുന്നു, അച്ഛനെ ഒരു മണിക്കൂർ എനിക്കൊരു സമയം തന്നാൽ ഞാൻ എന്ത് ചെയ്യാന്നറിയോ? എന്റെ ആധാരം മുഴുവൻ പള്ളിക്കേക്ക് കൊടുക്കാം. 50 റുപ്യ അല്ല, എന്റെ ആധാരം മുഴുവൻ ഞാൻ പള്ളിക്കേക്ക് കൊടുക്കാം. എനിക്കൊരു 2 മണിക്കൂർ സമയം തന്നാൽ എന്റെ ബാങ്ക് ബാലൻസ് മുഴുവൻ ഞാൻ ഏതെങ്കിലും ഡയാലിസിസ് സെന്ററിന് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം. ആ സമയത്ത് അന്ന് പറയുന്ന വർത്താനം എന്താ അറിയോ? പടച്ചവൻ പറയുന്ന വർത്താനം അറിയോ? വേണ്ട, നിന്റെ സ്ഥാപനവും നിന്റെ സ്ഥലവും വേണ്ട, നിന്റെ ആധാരവും വേണ്ട, നിന്റെ ബാങ്ക് ബാലൻസും വേണ്ട, ഒന്നും വേണ്ട, നീ മരിച്ചോ. ഞാൻ ചെയ്യാതെ പോയ നന്മകൾ ഞാനൊന്ന് ചെയ്തോട്ടെ റബ്ബേ, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ, ഞാനൊന്ന് സ്വതക്ക ചെയ്തോട്ടെ, ഞാനൊന്ന് തെറ്റി നിൽക്കുന്ന ആളുകളോടൊക്കെ ഒന്ന് മാപ്പ് പറഞ്ഞോട്ടെ, എനിക്കൊരു അരമണിക്കൂറെങ്കിലും നീട്ടിത്തരുമോ എന്ന് കെഞ്ചിക്കരയാത്ത ഒരു ഫാജിർ പോലും ഉണ്ടാവില്ല. അവനൊരു യാത്രക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ആ യാത്ര ഖബറിലേക്കാണ്. ഇനിയും തിരിച്ചു വരവില്ല, ഇനിയൊരു തിരിഞ്ഞു നോട്ടമില്ല. തൗബയുടെ വാതിലുകൾ അടഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഒന്നാമത്തെ അവസ്ഥ. അത് നമുക്ക് എല്ലാവർക്കും നേരിടാനുള്ളതാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് ഒരുപക്ഷെ ഞാനും നിങ്ങളും കണ്ടോളണമെന്നില്ല, എന്റെയും നിങ്ങളുടെയും കണ്ണിൽ പെടണമെന്നില്ല. പക്ഷെ ഇതുണ്ടല്ലോ, ഈ തൗബയുടെ വാതിലിടയിൽ അത് നമ്മളെല്ലാവരും കാണും, ഒരു സംശയം വേണ്ട. പ്രിയപ്പെട്ടവർ, അതിനി എപ്പോഴാണ് പടച്ചവൻ മാത്രമേ അറിയുള്ളൂ, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന ആ വിമാനം നിമിഷങ്ങൾക്കകം താഴേക്ക് പതിക്കുമ്പോ സ്വപ്നത്തിൽ പോലും അവർ കണ്ടിരുന്നു. ലണ്ടനിലെ ജീവിതം ആദ്യമായി ആസ്വദിക്കാൻ കുതിച്ചുകൊണ്ട് ആ വിമാനത്തിലുള്ള കുടുംബക്കാരതിലില്ലേ? എത്ര മനുഷ്യന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ. അത് പതിച്ച് ഒരു തീഗോളമായി ആ വിമാനം മാറുമ്പോ ആ തീഗോളത്തിൽ ആ ഫ്ലൈറ്റിലുള്ള ഒരാളൊഴികെ മുഴുവൻ മനുഷ്യരും കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോ
നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സംഗതി എന്താ അറിയുമോ? എഴുതി തീരാത്ത പുസ്തകങ്ങളാണ് സകല മനുഷ്യരുടെയും ജീവിതങ്ങൾ. എന്റെയും നിങ്ങളുടെയും എല്ലാം നമ്മൾ എഴുതാൻ പേന എടുത്തു നിൽക്കാണ്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്. നമ്മൾ അങ്ങനെ വേഗത്തിൽ എഴുതിക്കൊണ്ടിരിക്കാണ്. എഴുതി പകുതി എത്തുമ്പോൾ മലക്കുൽ മൗത്ത് വന്ന് പുറത്ത് തട്ടിയിട്ട് പോവാന്ന് പറയും. ഇപ്പൊ ഒന്നുകൂടി ഈ പേജും കൂടി എഴുതി പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞാൽ കേൾക്കൂല. അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊണ്ടുവരും. അത് ഒരു വരിക്ക് പകുതിയാണെങ്കിലും, ഒരു വാക്കിന്റെ പകുതിയാണെങ്കിലും, ഒരു പേജിന്റെ പകുതിയാണെങ്കിലും എന്തായാലും നമ്മൾ പോകേണ്ടി വരും. നേടി സ്വപ്നം കണ്ട സ്വപ്നങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. ആരും പോയിട്ടില്ല. നമ്മുടെ പ്രവാചകൻ പോയിട്ടുണ്ടോ? സ്വപ്നം കണ്ട സ്വപ്നങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചിട്ട് ഏത് പ്രവാചകന്മാരാണ് പോയത്? അല്ലാഹുവിന്റെ റസൂലിനോടൊന്ന് പറഞ്ഞെന്താ? ഇന്നക മയ്യിതു വ ഇന്നഹും മയ്യിതു. അന്നും മരിക്കും, അവരും മരിക്കും. സംഗതി വരട്ടെ, മരണത്തിന് ശേഷം കാര്യങ്ങൾ നമുക്ക് കാണാം എന്നാണ് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗബയുടെ വാതിലടയുന്ന ആ സമയം എത്തുന്നതിന്റെ മുന്നേ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. അടുത്ത തൗബയുടെ വാതിലടയുന്ന സമയം സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമ്പോഴാണ്. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമ്പോൾ സകല മനുഷ്യരുടെയും മനസ്സിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊടുക്കും. എല്ലാവരും തൗബ ചെയ്യും, എല്ലാവരും ഖേദിച്ചു മടങ്ങും. പക്ഷേ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, ഖുർആൻ പറഞ്ഞതാണ്, ആ സമയം എത്തിക്കഴിഞ്ഞാൽ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, അവരുടെ വിശ്വാസം അവർക്ക് ഒരു തരത്തിലും ഉപകാരപ്പെടുകയില്ല. അവരുടെ തൗബ ഒരു തരത്തിലും അവർക്ക് ഉപകാരപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രണ്ടവസരങ്ങൾ ജീവിതത്തിൽ വരുന്നതിന്റെ മുന്നേ, ജീവിതത്തിൽ ഉണ്ടാകുന്നതിന്റെ മുന്നേ കൃത്യമായ തൗബയിലൂടെ അല്ലാഹുവിലേക്ക് മടങ്ങുക. ഇനിയും ഒരുപാട് വലിയ അടയാളങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകന്റെ തിരുഹദീസുകൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ അടയാളങ്ങളെ കുറിച്ചും സംസാരിക്കാനുള്ള സമയം നമുക്കില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ വേണമെങ്കിൽ നമുക്കത് പറയാം. കഅബാലയത്തിന്റെ തകർച്ചയെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കഅബ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ വികാരമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. നമ്മളെല്ലാം തിരിഞ്ഞു നിൽക്കുന്ന, നിന്ന് നമസ്കരിക്കുന്ന വിശ്വാസത്തിന്റെ കേന്ദ്രം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുനർനിർമ്മാണത്തിന് ശേഷം ആ കഅബാലയം പൂർണ്ണമായി തകർക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു അത് സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. അബ്രഹത്തിന്റെ പട്ടാളം അത് തകർക്കാൻ വേണ്ടി വന്നപ്പോ അബാബിൽ പക്ഷികളെ അയച്ചുകൊണ്ട് ലോകത്ത് ആദ്യമായ വ്യോമാക്രമണത്തിലൂടെ അവർ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ കഅബാലയം തകർക്കാൻ അല്ലാഹു അനുമതി നൽകുന്ന ഒരു സമയവും ഈ അവസാന നാളിൽ വരാനുണ്ട്. എത്ര വേദന ഉണ്ടാവും അന്നുള്ള മുസ്ലിങ്ങൾക്ക്, എത്ര മനോവേദന ഉണ്ടാവും പ്രിയപ്പെട്ട. ആലോചിച്ച് നോക്ക്. ആ കഅബാലയത്തെ പ്രവാചകൻ പറയുന്നു, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നുണ്ട്, എന്റെ കണ്ണുകൊണ്ട് ആ ഭരണാധികാരിയെ ഞാൻ കാണുന്നുണ്ട്. കഅബാലയം തകർച്ച് അതിന്റെ ഓരോ കല്ലുകളും കടലിരിക്കു വരെ നിരന്നു നിൽക്കുന്ന പട്ടാളക്കാരിലൂടെ കൈമാറി ആ കല്ലുകൾ മുഴുവൻ കടലിലേക്ക് ഒലിച്ചെറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കഅബയില്ലാത്ത ദുനിയാവുണ്ടാവും, വിശ്വാസികളില്ലാത്ത ദുനിയാവും ഈ ലോകത്തുണ്ടാവും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ തണുത്ത ഒരു കാറ്റ് വീശും. ഈ ഹൃദയത്തിൽ, മനസ്സിൽ ലവലേശമെങ്കിലും ഈമാൻ ബാക്കിയുള്ള മനുഷ്യരൊക്കെ ആ കാറ്റോടുകൂടി നശിച്ചു മരിച്ചു പോകും, മരണപ്പെട്ടു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നീട് ബാക്കിയാവുക തികച്ചും താന്തോന്നികളായ, തികച്ചും തോന്നിയവാസികളായ, അല്ലാഹുവിനെ ഭയക്കാത്ത ധനിത്തമ്മാടികളായ മനുഷ്യർ മാത്രമേ ഈ ലോകത്ത് പിന്നീട് ബാക്കിയാവുകയുള്ളൂ. അവരിലേക്കായിരിക്കും പ്രിയപ്പെട്ടവരെ ആ ഭയാനകമായ ദിവസം സംഭവിക്കുക, ആ ഭയങ്കരമായ ദിവസം സംഭവിക്കുക. فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى. ഭീകരമായ ശബ്ദം വന്നെത്തിക്കഴിഞ്ഞാൽ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമി അതിന്റെ അവസാനത്തെ വിറപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ വഅഖ്റജത്തിൽ അർദു വത്ഖാലഹാ, അതിന്റെ അകത്തുള്ള ഭാരം മുഴുവൻ അത് പുറത്തേക്ക് തള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വഖാലൽ ഇൻസാനു മാലഹാ, ജിയോളജി ആഴത്തിൽ പഠിച്ച ശാസ്ത്രജ്ഞർക്ക് പോലും ആ ഭൂമിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ഭൂമി അതാ സംസാരിക്കാൻ തുടങ്ങുകയാണ്. യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ, അതിന്റെ രക്ഷിതാവ് അതിനോട് കൽപ്പിച്ചത് കാരണം ആ ഭൂമി അതാ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അത് സാക്ഷ്യം വഹിച്ച വൃത്തികേടിനെ കുറിച്ച് വിളിച്ചു പറയാൻ തുടങ്ങുകയാണ്. അത് സാക്ഷ്യം വഹിച്ച അധാർമികതയെ കുറിച്ച് വിളിച്ചു പറയാൻ തുടങ്ങുകയാണ്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അജ്റാക മൽ ഖാരിഅ, ആ
ആ വമ്പിച്ച സംഭവം എന്താണ്? അതെന്താണെന്ന് നബിയെ അങ്ങേക്കറിയുമോ? യൗമ യകൂനുന്നാസു കൽഫറാശിൽ മബ്സൂസ്. മനുഷ്യരതാ ഈ ആമ്പാറ്റകളെ പോലെ പാറിക്കളിക്കുകയാണ്. വതകൂനുൽ ജിബാലു കൽഇഹ്ദിൽ മൻഫൂഷ്. പർവ്വതങ്ങളതാ കമ്പിളികൾ പോലെ കുടയപ്പെടുകയാണ്. ഇത് സമാഉ ഫതറത് വഇദൽ കവാകിബു തതറത് ഇദ ശംസു കുവിറത് വഇദൻ നുജൂമു കദറത്. സൂര്യനതാ ചുറ്റപ്പെടുകയാണ്, അതിന്റെ ശോഭ നഷ്ടപ്പെടുകയാണ്. നക്ഷത്രങ്ങളതാ സ്ഥാനം തെറ്റിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശമതാ പിളർക്കപ്പെടുകയാണ്. നക്ഷത്രങ്ങളതാ ഉതിർന്നു വീഴാൻ തുടങ്ങുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സിസ്റ്റം മുഴുവൻ താറുമാറാവുകയാണ്. ഓരോ നക്ഷത്രത്തിനും കൃത്യമായി സഞ്ചരിക്കാനുള്ള സഞ്ചാരപഥമുണ്ട്. ആ സഞ്ചാരപഥത്തിൽ നിന്ന് തെറ്റിക്കൊണ്ട് ഗോളങ്ങളും നക്ഷത്രങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഭയാനകമായ അവസ്ഥയിലേക്ക് ഈ ഭൂമി മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ എത്തിച്ചേരുകയാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും, പ്രപഞ്ചം മുഴുവൻ നാമാവശേഷമാകും. ലോകത്തിന്റെ രക്ഷിതാവായ ജല്ല ജലാലായ അങ്ങേയറ്റം പരിശുദ്ധനായ അല്ലാഹു മാത്രം ബാക്കിയാകും. പടച്ചറപ്പ് മാത്രം അവശേഷിക്കും. അങ്ങനെ അവസ്ഥയിലേക്ക് മഹാപ്രപഞ്ചം മാറും. ഈ ഭൂമി മുഴുവൻ നശിച്ചതിന് ശേഷം ആ ഭൂമിയിൽ വെച്ച് വിചാരണ നടത്തുന്നതിന് വേണ്ടി ഈ ഭൂമിയെ അള്ളാഹു വിധാനിക്കും. വെളുത്ത മണൽപ്പരപ്പ് മാത്രമുള്ള വലിയൊരു ഗോളമായി, വലിയൊരു ഗ്രഹമായി ഈ ഭൂമി മാറുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരാം. അവിടെയാണ് മഹ്ശർ നടക്കുക. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വിഷയങ്ങൾ നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ് ഖിയാമത്ത് നാൾ കഴിഞ്ഞ് പിന്നീട് ഓരോ ഘട്ടങ്ങളും വിഷമമേറിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ചു തരുവാനായിട്ട് പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. പറഞ്ഞ വിഷയങ്ങളിലൂടെ ഈമാനിൽ ഉണർവുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവേ, നിന്റെ തൃപ്തിയും പ്രീതിയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരുന്നിരിക്കുന്നത്. റബ്ബേ, നിന്റെ പ്രതിഫലം, അതിനുള്ള പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹുവേ, ലോകത്ത് വിനാശകരമായ മഹായുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നിരപരാധികൾ മരിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവേ, യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ ലോകത്തെ നീ സമ്മാനിക്കണേ റബ്ബേ. നിരപരാധികളായി മരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ ആണിനും പെണ്ണിനും വൃദ്ധന്മാർക്കും കുട്ടികൾക്കും നീ സംരക്ഷണവും പ്രതിഫലവും നൽകണേ. അല്ലാ, നിന്റെ സംരക്ഷണമല്ലാതെ മറ്റൊരു സംരക്ഷണവും ഈ ലോകത്തോ പരലോകത്തോ ഇല്ല റബ്ബേ. അവരുടെ സങ്കടങ്ങളും കണ്ണീരുകളും വേദനകളും നീ ഏറ്റെടുക്കണേ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله.